मैसूर कॉलोनी शमशान के अंदर एक काली माता मंदिर है। ये क्रिश्चियन लोग ने देखो इनको भगवान को क्या पहना है। നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നാനും രക്തം കുടിക്കാനുമായിട്ട് തർക്കം പാർത്തിരിക്കുന്ന നികൃഷ്ടരായ തീവ്രവാദി ചെന്നാക്കളുടെ കയ്യിൽ നിന്നും പൈസയും മേടിച്ചെടുത്തിട്ട് ഒരു തന്തയില്ലാത്ത ഒരു നികൃഷ്ടം കാണിച്ച പരിപാടിയാണിത്. ഇത് മുംബൈയിലെ ഒരു അമ്പലം, ഭദ്രകാളി ക്ഷേത്രം. രാവിലെ തൊഴാൻ വന്ന ആൾക്കാരാണ് അത് കണ്ടത്. ഭദ്രകാളി കന്യാകുമാരിയുമായി മാറി. ആരാണത് മാറ്റിയത്? ഇവൻ തന്നെ. ഈ തന്തയില്ലാത്ത പരിപാടി കാണിച്ചത് ഈ പൂജാരി. ഇവന് തോന്നിവാസം കാണിക്കാനുള്ളതാണോ അനേകായിരങ്ങൾ തൊഴാൻ വരുന്നൊരു ക്ഷേത്രം? ഇവൻ്റെ ഉദ്ദേശം എന്താ? ഇരുവിഭാഗങ്ങളെയും തമ്മിൽ തല്ലിക്കുക, കലാപം ഉണ്ടാക്കുക. അതുതന്നെ. ഈ അനേകായിരം ആൾക്കാരുടെ മനസ്സിനെ വ്രണപ്പെടുത്താൻ തന്നെയല്ലേ ഇവൻ ഈ പ്രവൃത്തി ചെയ്തത്. ഇവൻ ഏത് വിശ്വാസമാർഗവും സ്വീകരിക്കാം, ഇവൻ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടരാം. അതിനൊന്നും ആരും തടസ്സം നിൽക്കത്തില്ല. അതിനെല്ലാം ഉള്ള അവകാശം ഇവനുണ്ട്. പക്ഷെ ഇവൻ ഈ കാണിച്ചത് ഭയങ്കര പോകൃത്തരമാണ്. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടിൽ ചെയ്യാമായിരുന്നല്ലോ. ഇവൻ എന്തുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ഒരിടത്ത് ഇവൻ ഇങ്ങനെ കാണിച്ചത്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്, നാട്ടുകാരെ തമ്മിൽ തല്ലിക്കുക. നമുക്കെല്ലാവരും വേണം, എല്ലാവരും ഐക്യകണ്ഠേന ഒത്തൊരുമിച്ച് വാഴുന്നൊരു നാടാണ് നമ്മുടെ. അതാണ് നമ്മുടെ സംസ്കാരം. നമുക്ക് എല്ലാ ആൾക്കാരുടെയും സംഭാവന വേണം. അത് വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെയുള്ളിടത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇവൻ ഈ തീവ്രവാദികളൊക്കെ ആയിട്ട് കൂട്ടുകൂടി ഈ കാണിച്ച ഈ തരത്തിന് ഇവന് മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുക്കണം. മേലാൽ ഒരാളും ഇങ്ങനെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാനായിട്ട് ചെയ്യാൻ പാടില്ല. എടാ, ഒന്നും അല്ലേലും നിന്നെ ഇത്ര നാളും ഊട്ടി ഉറക്കി തീറ്റിപ്പോറ്റിയ ഒരു അമ്പലമല്ലേടാ അത്. ഒരു അമ്പലവും അമ്മയൊക്കെ അല്ലേ അത്. ഒരു നന്ദിയെങ്കിലും വേണ്ടേ? ഇവൻ മിക്കവാറും ഇവൻ ചെയ്ത് ഈ തരത്തിന് റോഡിൽ ഭ്രാന്ത് പിടിച്ച് പുഴുത്ത് പുഴുവരിച്ച് ഈച്ചയെല്ലാം വന്ന് അങ്ങനെ ഇരിക്കുകയുള്ളൂ. അധികം താമസിക്കാതെ തന്നെ നമുക്കത് കാണേണ്ടി വരും. എടാ, നീ ഒന്നോർത്തോ, നീ ചെയ്ത ഈ തരത്തിന് കാളി 1000 പിഴ പൊറുക്കും, പക്ഷെ അരച്ചതി പൊറുക്കത്തില്ല. നിനക്ക് നല്ലത് കിട്ടും, നീ നോക്കിക്കോ.